ഈമാൻ 5 കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ഹൃദയം തുടിക്കും. ഖുർആനിക ആയത്തുകൾ ഓതപ്പെട്ടാൽ അവന്റെ ഈമാൻ വർദ്ധിക്കും, വിശ്വാസം അധികരിക്കും. റബ്ബിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നവൻ അവനാണ് മുഅ്മിൻ. നമസ്കാരം കൃത്യത വെക്കുന്നവനാണ് മുഅ്മിൻ. അല്ലാഹ് നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നവനാണ് മുഅ്മിൻ. മുഅ്മിനിന്റെ അടയാളങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻഫാലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗുണഗണങ്ങളെ വിശദീകരിച്ചിട്ട് ഖുർആൻ പറയുകയാണ്, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. ഈ പറഞ്ഞ 5 ക്വാളിറ്റികൾ ഉള്ളതായ വ്യക്തികളാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. മറ്റുള്ളതൊക്കെ പേരുകൊണ്ട് മുഅ്മിൻ മാത്രമാണ്. പേരുണ്ടാകും, അബ്ദുള്ള എന്നുണ്ടാകും, യാസീൻ എന്നുണ്ടാകും, അഹമ്മദ് എന്നുണ്ടാകും, ഉമർ എന്നുണ്ടാകും, ഉസ്മാൻ എന്നുണ്ടാകും. പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തില്ല, ഈ കാര്യങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഒന്നുമില്ല, ഉള്ളി തൊലിച്ചതുപോലെയുള്ള അവസ്ഥയാണ്. ഈ പറഞ്ഞ 5 ക്വാളിറ്റികളും ഉള്ളവർ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. ഇവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതുൻ വറിസ്ഖുൻ കരീം. ഈ നിലയിലുള്ള ഈമാനികമാകുന്ന ക്വാളിറ്റികൾ ഉണ്ടാക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനേ മുഅ്മിനത്തെ, നിനക്ക് അല്ലാഹു നൽകുന്ന ഓഫറും ഖുർആൻ വ്യക്തമാക്കുകയാണ്. ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം. അവരുടെ റബ്ബിന്റെ സവിധത്തിൽ അവർക്ക് പദവികൾ അല്ലാഹു നൽകുമേ. സമുന്നതമായ സ്ഥാനമാനങ്ങൾ അല്ലാഹു നൽകുമേ. തീർന്നില്ല. വമഗ്ഫിറത്തുൻ, പാപമോചനവും അല്ലാഹു നൽകുമേ. വറിസ്ഖുൻ കരീം, മാന്യമായ ഭക്ഷണവും അല്ലാഹു നൽകുമേ. മാന്യമായ ഭക്ഷണം അല്ലാഹു നൽകും. അല്ലാഹു പദവികളെ ഉയർത്തി നൽകും. അവരുടെ പാപങ്ങൾ മുഴുവനും പുറത്തും കൊടുക്കും. ഖുർആൻ പറയാണ് ഈ ക്വാളിറ്റികൾ ഉള്ളവർക്ക് അല്ലാഹു. 2 ക്വാളിറ്റികളാണ് ഔലിയാക്കൾക്കുള്ളത്. ഒന്ന് മുഅ്മിൻ, മറ്റൊന്ന് മുത്തഖി. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. മുഅ്മിനാണ്, മാത്രമല്ല അവരെന്തുമാണ്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവരാണ്. ആരാണ് മുത്തഖി? ഖുർആനിക ആയത്തുകൊണ്ടാണ് നമ്മൾ ഓതുന്നത്, വേറെ ഒന്നും എടുക്കുന്നില്ല. ഹദീസോ മറ്റു വിഷയങ്ങളോ ഒന്നും ഒരു ഷർത്തിലേക്കൊന്നും പോകുന്നില്ല. വലിയന് 28ഓളം ശുറൂത്തുകൾ പണ്ഡിതന്മാർ നിർവചിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ആയത്തിന് ബേസ് ചെയ്തിട്ടാണ്. വലിയ എന്ന് പറഞ്ഞാൽ, ഔലിയ എന്ന് പറഞ്ഞാൽ മുഅ്മിനാണ്, അതോടൊപ്പം തന്നെ മുത്തഖിയാണ്. മുഅ്മിനിന് നമ്മൾ പറഞ്ഞു എത്ര ക്വാളിറ്റി? 5 ക്വാളിറ്റി. ഇനി മുത്തഖി ആരാ പഠിക്കണം നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ മഗ്ഫിറത്തിലേക്ക്, അവന്റെ കാരുണ്യത്തിലേക്ക് നിങ്ങൾ ഓടി വരണേ, ധൃതി കാണിക്കണേ. വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്, അവന്റെ സ്വർഗീയ ഉദ്യാനത്തിലേക്ക് കടക്കാൻ വേണ്ടി നിങ്ങൾ ഓടി വരണേ. ആ സ്വർഗത്തിന്റെ വിശാലത എത്രയാണ്? അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശ സീമകളിലുള്ളതാകുന്ന, ആകാശഭൂമികളിൽ ഉള്ളതാകുന്ന വിശാലത ആ മനോഹരമാകുന്ന സ്വർഗത്തിനുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് പാപമോചനത്തിന് വേണ്ടി ഓടിവരൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്ന് ഖുർആൻ. എന്നിട്ട് പറയുന്നു ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ. ഇത് ആർക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ളതാണ് ഈ സ്വർഗം? ആർക്കാണ്? മുത്തഖീങ്ങൾക്കാണ്.
ആരാണ് മുത്തഖി? ഇതാ കേട്ടോ, മുത്തഖിയുടെ ക്വാളിറ്റികൾ ഇനി പറയുന്നതാണ്. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബ ആരാണ് തഖ്വയുള്ളവരെന്നറിയുമോ? അവർ 4 ക്വാളിറ്റി ഉള്ളവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. എത്ര ക്വാളിറ്റി? 4. മുഅ്മിനിന് എത്രയാണ്? 5. പഠിച്ചിട്ട് പോണം. എന്താണ് ഇപ്പൊ ഇന്ന് വരക്കൽ എന്ന് പഠിച്ചത്? മുഅ്മിൻ ആരാണെന്നും മുത്തഖി ആരാണെന്നും പഠിച്ചു. വലിയ പഠിത്തം തന്നെയാണ്, ഖുർആൻ വെച്ചിട്ടാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് മുത്തഖിക്കുള്ളത്? ദാ കേട്ടോ, الذين ينفقون في السراء والضراء സന്തോഷമുള്ളതാകുന്ന ഘട്ടത്തിലും സന്താപമുള്ള ഘട്ടത്തിലും അഥവാ സമ്പത്തുള്ള ഘട്ടത്തിലും അതില്ലാത്ത ഘട്ടത്തിലും പാവങ്ങളെ സഹായിക്കാൻ തൽപരരാണ്, കൊടുക്കുന്നവരാണ്. സദഖയാണ് അവിടെ ഒന്നാമതായി പറഞ്ഞത്. മുഅ്മിനിന്റെ അടയാളത്തിൽ 5ാമതായി പറഞ്ഞതും ഈ സദഖ. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവര് അവരാണ് മുഅ്മിൻ എന്ന് മുഅ്മിനിന്റെ അടയാളത്തിൽ 5ാമതായി പറഞ്ഞു. മുത്തഖിയുടെ അടയാളത്തിൽ ആദ്യം തന്നെ പറയുന്നത് സദഖ കൊടുക്കുന്നു എന്നല്ല. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൊടുക്കുന്നവർ. ഇല്ലാത്തപ്പോ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തപ്പോ ഉള്ള സമയത്ത് ഉള്ളത് കൊടുക്കുക, അവന്റെ കയ്യിലുള്ളതിൽ നിന്ന് എടുത്തു കൊടുക്കുക, മിച്ചമുള്ളതിൽ നിന്ന് എന്തെങ്കിലും സദഖ നൽകുക. അല്ലാതെ ഉസ്താദെ ഇപ്പൊ ഇച്ചിരി ടൈറ്റാണ് എന്ന് പറഞ്ഞ് നിൽക്കല്ല. അവന്റെ ആ ഒരു വരവ് ചെലവിൽ ഇപ്പോഴും ഉണ്ടാവുമല്ലോ ഒരു അല്പ സ്വല്പം കൊടുക്കാൻ സാധിക്കും, വേണ്ടി കൊടുക്കാൻ കഴിയുക. അത് ഒരു പടി മുന്നിലാണ്. തഖ്വ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു പടി മുന്നിലേക്കാണ്. സദഖ കൊടുക്കുക മാത്രമല്ല, അതൊരു പടി മുന്നിലാണ്. അത് വലിയ പ്രയാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താത്തത്. വിലായത്തിന്റെ അഹ്ലുകാരെങ്ങനെയാണ്? നേരം വെളുക്കുമ്പോൾ ഇഷ്ടം പോലെ കാശ് ആളുകൾ വരുന്നു, അവരുടെ കൈവശം കൊടുക്കുന്നു. വൈകത്താകുമ്പോഴത്തേക്കും ആ പൈസ മുഴുവനും സാധുക്കൾക്ക് കൊടുത്തു വെക്കുന്നു. 5ന്റെ പൈസ അവരുടെ കയ്യിലില്ല. എല്ലാം ദീനിനു വേണ്ടി കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെതാകുന്ന വിശാലമാക്കപ്പെട്ടതാകുന്ന സമ്പത്തിന്റെ സാമ്രാജ്യം, വലിയ ധനികനായിരുന്നു. ആര്? മുഹയ്യദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അല്ല, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ 5 പൈസ ഇല്ലാത്ത, നയാ പൈസ ഇല്ലാത്ത ഒരു ടീമാണ്. അതുകൊണ്ടാണ് പച്ച പൊതിച്ചിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങിയെന്ന് ചിന്തിക്കണ്ട. വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തി ഔലിയാക്കളുടെ നേതൃത്വമായി ഖുതുബുൽ അഖ്താബായി നിലകൊണ്ടതാകുന്ന ഗൗസ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു സമ്പത്ത് വല്ലാതെ കൂടിയ മനുഷ്യരായിരുന്നു. പക്ഷേ ഒക്കെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായി.
അദ്ദേഹത്തിൻ്റെതാകുന്ന സമ്പത്ത് വഹിച്ചുകൊണ്ട് വലിയതാകുന്ന ചരക്കുകൾ വഹിച്ചുകൊണ്ട് കടന്നു വരുന്നതാകുന്ന കപ്പല് കടലിന്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി, കത്തിക്കരിഞ്ഞു പോയി എന്ന് ദർശെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ ശിഷ്യഗണങ്ങൾ വന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്പനേരം മൗനിയായി നിലകൊണ്ടിട്ട് പറഞ്ഞത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്നാണ്. അല്ലാഹുവിനാണ് സർവസ്തുതിയുമെന്നാണ്. അല്പനേരം കഴിഞ്ഞപ്പോ ഏതൊരു ശിഷ്യനാണോ തന്റെ അടുക്കൽ വന്നിട്ട് തന്റെ കപ്പലിന്റെ ചരക്ക് വഹിച്ചു കൊണ്ടുവന്ന ആ കപ്പല് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയത്, കരിഞ്ഞ് നാമാവശേഷമായി പോയി എന്ന് പറഞ്ഞത്, ആ ശിഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, ഉസ്താദിന്റെ കപ്പലല്ല, അത് മറ്റൊരാളുടെയാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ അല്പനേരം മൗനിയായിട്ട് നിന്നുകൊണ്ട് പറയുകയാണ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ശിഷ്യന്മാര് ചോദിച്ചു, എന്തേ ഉസ്താദേ, ഉസ്താദിന്റെയാണ് കപ്പല് നഷ്ടപ്പെട്ടു പോയതെന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞത്, ഉസ്താദിന്റെ അല്ല എന്ന് പറഞ്ഞപ്പോഴും ഉസ്താദ് പറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്നാണ്. ഉസ്താദിന്റെ അല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? വേറെ ആളെയാണെന്നല്ലേ. അപ്പോഴും എന്താ അൽഹംദുലില്ലാഹ് എന്ന് ഉസ്താദ് പറഞ്ഞത്? എന്താണ് അതെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പൊ ശിഷ്യന്മാരോട് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ പറഞ്ഞല്ലേ, അത് മറ്റൊന്നുമല്ല. ഒന്നാമതായി നീ എന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ മുഴുവനും സ്വരൂക്കിട്ട് വെച്ചതാകുന്ന സമ്പാദ്യം മുഴുവനും കപ്പലിലായിട്ട് ചരക്കുകൾ വഹിച്ചു കൊണ്ടുവരുമ്പോ ആ കപ്പല് കരയിലേക്ക് നങ്കൂരമിടുന്നതിന് മുമ്പായിട്ട് പരിപൂർണമായി കത്തിക്കരിഞ്ഞു പോയി എന്ന് നീ എന്നോട് വന്ന് വർത്തമാനം പറഞ്ഞപ്പോ ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് അല്പനേരം മൗനം അവലംബിച്ചുകൊണ്ട് നോക്കി. എന്റെ സാധന സാമഗ്രികൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയിട്ട് എന്റെ മനസ്സിന് വല്ല പതറലുണ്ടായിട്ടുണ്ടോ? ഈ ഭൗതിക ലോകത്ത് സാധന സാമഗ്രികൾ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ എന്റെ ഹൃദയം വല്ല വേദനയും, എന്റെ ഹൃദയം അനങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൽഹംദുലില്ലാഹ്. എന്റെ ഹൃദയത്തെ റബ്ബിന്റെ മുന്നിൽ പിടിച്ചു നിർത്തിയ അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്. രണ്ടാമതായി നീ വന്നുകൊണ്ട് എന്റെ അടുക്കൽ മറ്റൊരാളുടെയാണ്, തങ്ങളുടെ എല്ലാ കപ്പലിലെ സാധന സാമഗ്രികൾ നഷ്ടപ്പെട്ടു പോയതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എന്റെ ഹൃദയത്തിലേക്ക് നോക്കി. എന്റെ ഹൃദയത്തിന് വല്ല ചലനവും ഉണ്ടായിട്ടുണ്ടോ? എന്റെ അല്ല എന്ന നഷ്ടപ്പെട്ടത് എന്ന് കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിന് വല്ല ആഹ്ലാദമുണ്ടായിട്ടുണ്ടോ? മറ്റൊരാളുടെയാണ് നഷ്ടപ്പെട്ടതെന്ന് കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിന് വല്ല സന്തോഷവും കടന്നു വന്നിട്ടുണ്ടോ? നോക്കുമ്പോൾ എന്റെ മനസ്സ് അനങ്ങിയിട്ടില്ല. നേരത്തെ എവിടെയാണ് നിലകൊണ്ടത് അതേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. എന്റെ ഹൃദയത്തെ അനങ്ങാതെ പാറ പോലെ പിടിച്ചു നിർത്തിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്. ഗുസ്തു ബഹറൽ ഉലൂമി മിൻ കുല്ലി ഫന്നി സിർതു ഫിൽ അസ്രി ഔഹദൽ ഉലമാഇ വഅലമു ഉമ്മത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ആ ഒരു നിലയിലേക്ക് നമ്മൾ എത്തിപ്പെടണം. എത്താൻ സാധിക്കോ? സാധിക്കണമെങ്കിൽ കടമ്പകളുണ്ട്. ശ്രദ്ധിച്ചാലാകും. ഇനിയും നീ പിന്തിക്കരുത്. നിന്നേക്കാൾ വലിയ തെറ്റ് ചെയ്തതാകുന്ന ആളുകൾ, കള്ളുകുടിച്ചവരും വ്യഭിചരിച്ചവരും സിനിമ കണ്ടവരും സീരിയൽ ദർശിച്ചവരും മോശപ്പെട്ട രീതിയിൽ ജീവിച്ചവരും ഒക്കെ നന്നായിട്ടില്ലേ? അള്ളാഹു നന്നാക്കിയിട്ടില്ലേ? അതുകൊണ്ട് തന്നെ നിനക്കും നന്നാവാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള മഹാന്മാരുടെ തിരുസവിധത്തിൽ വരുന്നത്. അവരുടെ പൊരുത്തം കാംക്ഷിക്കുന്നത്, ദുആ ചെയ്യുന്നത്, തവസ്സുൽ നടത്തുന്നത്, ഇസ്തിഗാസ നടത്തുന്നത്, അവരെ കൊണ്ട് സഹായം തേടുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഹൃദയം നന്നാവണം, മുത്തഖിയായി മാറണം. അപ്പം രഹസ്യമായും പരസ്യമായും സദഖ നൽകുക, ഉള്ളതിനനുസരിച്ച് ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും കൊടുക്കുക. അത് ഭയങ്കരമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യു സദഖത്തി അഫ്ളലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഏറ്റവും വലിയ സദഖ ഏതാണ് റസൂലേ? ഹബീബായ നബി തങ്ങൾ കൊടുത്ത മറുപടി, അൻത റജുലുൻ സഹീഹുൻ തഅമലുൽ ഗിനാ വ തഖ്ശൽ ഫഖറാ. സദഖ ഏതാണെന്നറിയോ? നീ നല്ല ആരോഗ്യത്തോടുകൂടി നിലകൊള്ളുന്ന സമയം, തഅമലുൽ ഗിന, നീ ആഗ്രഹിക്കുന്നത് സമ്പത്താണ്, നല്ല ഐശ്വര്യമായ ജീവിതത്തെ നീ ആഗ്രഹിക്കുന്നതാണ്. വതഖ്ശൽ ഫഖറ, ദാരിദ്ര്യത്തെ ഭയക്കുന്ന സന്ദർഭമാണ്. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടാൻ. ഒന്ന്, നിനക്ക് സമ്പത്ത് വേണമെന്ന് ആഗ്രഹമുണ്ട്, അതോടൊപ്പം തന്നെ എന്തിനെ നീ ഭയക്കുന്നുമുണ്ട്? ദാരിദ്ര്യത്തെ ഭയക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള സമയത്ത് കൊടുക്കുന്ന സദഖയാണ് ഏറ്റവും വലിയ സദഖയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദാ ഇപ്പൊ കൊടുക്കലാ നല്ലതെന്ന്. നമ്മുടെ അവസ്ഥ തന്നെ ഈ പറഞ്ഞത്. പൈസ കിട്ടിയാൽ വിടുവോ? ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്, സിയാറത്തെ കഴിഞ്ഞിട്ട് പോവാം. ആദ്യമൊക്കെ ഒരു 500 ഓട്ടം കണ്ടു, അതൊക്കെ ചെരുപ്പ് വെച്ച് ആദ്യം നിൽക്കും. ഹജിയരെ പോകുന്നില്ലേ? മോനെ വഴി കൊടുക്കടാ, അവന് വഴി കൊടുക്കണം. പതുക്കെ ഇരുന്നിട്ട് പതുക്കെ 500 രൂപ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ അവസ്ഥ. സിയാറത്ത് കഴിഞ്ഞിട്ട് പോയാലും എടുക്കാനുള്ളതെല്ലാം പതുക്കെ പോക്കത്തിലോട്ടാക്കി. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. 500 രൂപ എവിടെയെങ്കിലും കടന്നു കിട്ടിയാലേ, എല്ലാവരുടെയും കാര്യമല്ല, ചിലരുടെ കാര്യം പറഞ്ഞതാണ്. സിയാറത്തിന് വന്നിരിക്കുക, പതുക്കെ ഉസ്താദിന്റെ റൂം തുറന്നു കിടപ്പുണ്ട്, പതുക്കെ അങ്ങോട്ട് കയറിയിട്ട് മൊബൈൽ ഫോൺ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ ഫാത്തിഹ, അവിടെ ഇരുന്ന് ഭയങ്കര ഫാത്തിഹ ഓതി ശൈഖുനാക്ക് വേണ്ടി ദുആരക്ക. ഉസ്താദിന്റെ മൊബൈൽ അല്ലാഹ് ഖലാസ്. പള്ളി ജുമാ നിസ്കരിക്കാൻ വരികയാണ്, വാതിൽ തുറന്നിട്ടിട്ടുണ്ട്, പതുക്കെ കയറാൻ. ഇറങ്ങി പോകുമ്പോൾ ഉസ്താദിന്റെ ചെരുപ്പ്, നല്ലൊരു ഷൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടിച്ചോണ്ട് പോവുക, ജുമാ കഴിഞ്ഞ് പോവുക, തഖ്വ നേടി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ചെരുപ്പ്, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പ് ഏതാണോ അത് ഇട്ടുകൊണ്ട് അങ്ങ് പോവാൻ. കണ്ണി പിടിച്ചില്ലെന്നാ പിന്നെ ഇവിടെ പറയുന്നത്, പിടിക്കപ്പെടുമ്പോൾ മനസ്സിലായില്ല എന്ന്, ഒരേ അളവായി പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എങ്ങനെ രക്ഷപ്പെടാനാണ്? ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും? ഇതാണോ തഖ്വ? ഇതാണോ ഭയപ്പാട്? മുഅ്മിനായ മനുഷ്യൻ എവിടെ എത്തിപ്പോയി? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മറ്റൊരാളുടെ സമ്പത്ത് അപഹരിക്കാൻ, മറ്റൊരാളുടെ കൊല്ലാൻ, നിഷ്ഠൂരമായി കൊല ചെയ്യാൻ, ഏറ്റവും വലിയ കൊലപാതക കൃത്യങ്ങൾ നടത്തുന്നതാരാണ്? ചെറിയ കുട്ടികൾ. ഏറ്റവും വലിയ മോശമായ രീതിയിലുള്ള പ്രക്രിയകൾ നടത്തുന്നത്, വ്യഭിചരിക്കുന്നതാരാണ്? ചെറിയ മക്കൾ. മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ സ്വദേശത്തല്ലേ +2 പഠിക്കുന്ന പ്രായമുള്ള 15 വയസ്സുള്ളതാകുന്ന ഒരു സഹോദരൻ, 21 വയസ്സുള്ളതാകുന്ന പെൺകുട്ടി വിദ്യാഭ്യാസം നുകർന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വേളയിൽ അവളെ 1 മീറ്റർ ഉയരത്തിലുള്ളതാകുന്ന മതിലിന്റെ അപ്പുറത്തേക്ക് കാട്ടിലേക്ക് വലിച്ചെറിയുകയാണ്. അവളെ പിടിച്ചട്ടെ ഒക്കെയെടുത്ത് അപ്പുറത്തോട്ട് ഇടുകയാണ്. 21 വയസ്സുള്ള പെണ്ണ്. പിന്നെ എത്ര വയസ്സുണ്ട്? 15. ശക്തിയാണ്. ഒക്കി 1 മീറ്റർ അപ്പുറത്തേക്ക് ഇട്ടു. എന്നിട്ടോ ചാടി അപ്പുറത്തേക്ക് ചെന്നു, കടന്നു പിടിച്ചു. അവളെ വാഴത്തോട്ടിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് പോയി. ആ പെണ്ണ് കുതറി ഓടി തൊട്ടടുത്ത വീട്ടിൽ അഭയം പ്രാപിച്ചത് 2 ആഴ്ച മുമ്പ് നടന്ന സംഭവമല്ലേ? അറിഞ്ഞില്ലേ നിങ്ങൾ? അതൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. എന്താ അവസ്ഥ? ആ പെണ്ണിനോട് ചോദിച്ചു, ആ ചെറുപ്പക്കാരന്റെ ഐഡന്റിറ്റി വല്ലതും അറിയോ? അപ്പൊ പറഞ്ഞു, ഒരു പൊടിമീശക്കാരനാണ്, മീശ ഒന്നും മുളച്ചിട്ടില്ല, താടി ചുരുണ്ടിട്ടൊരു സാധനം. അന്വേഷിച്ചു, അടുത്തുള്ള CCTV ക്യാമറകളൊക്കെ പരിശോധിച്ചു. ആളെ പൊക്കിയപ്പോ 15 വയസ്സേ ഉള്ളൂ. ചെറുപ്പക്കാരൻ. മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന സംഭവമാണ്. ഇതൊക്കെ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, നാം അറിയാതെ നടക്കുന്നുണ്ട് നമ്മുടെ സമൂഹങ്ങളിൽ. എവിടെ എത്തിപ്പോയി സമൂഹം? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അക്രമം ചെയ്യുന്നത്, പീഡിപ്പിക്കുന്നത്, വ്യഭിചാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്, നിർഭയ എന്ന് പറയുന്ന ഒരു സഹോദരിയെ ബസ്സിലേക്ക് കയറ്റിക്കൊണ്ടുപോയിട്ട് കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് പീഡിപ്പിച്ചിട്ട് അവളെ കൊന്നുകളഞ്ഞില്ലേ?
നിഷ്ഠൂരമായി കൊല ചെയ്തു. എങ്ങനെ? അവരുടെ ജനനേന്ദ്രിയ ഭാഗത്ത് അതിശക്തമായി കത്തി കൊണ്ട് കുത്തിയിറക്കി, പല പ്രാവശ്യം മുറിവേൽപ്പിച്ചു. ജനനേന്ദ്രിയത്തിൽ കത്തി കുത്തിയിറക്കിയത് പല പ്രാവശ്യമായതിനാലാണ് രക്തം വാർന്ന് ആ പാവപ്പെട്ട നിർഭയ എന്ന പെൺകുട്ടി മരണപ്പെട്ടു പോയത് എന്ന് കേസ് വാദിച്ചുകൊണ്ട് പറയുമ്പോ, ഡോക്ടർമാർ സ്ഥിരീകരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ആ പെൺകുട്ടി ഇന്ന് ജീവിച്ചിരുന്നേനെ. വ്യഭിചരിച്ചു എന്ന് മാത്രമല്ല, ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല, പെൺകുട്ടിയെ വലിച്ചുകൊണ്ട് ആളൊഴിഞ്ഞതാകുന്ന ബസ്സിൽ കൊണ്ടുപോയിട്ട് 4-5 ആളുകൾ ചേർന്ന് പീഡിപ്പിച്ചിട്ട് ആ പല്ലിന്റെ ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ കത്തികൊണ്ട് ആഞ്ഞാഞ്ഞു കുത്തിയിട്ട് ആ പൊന്നുമോളെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയിച്ചു. നമ്മൾ ചിന്തിക്കണം, എവിടെയാണ് കാലം എത്തിയിരിക്കുന്നത്. അവസാനം അന്വേഷിച്ചു നോക്കിയപ്പോ ഈ കത്തി കുത്തിയതാകുന്ന പയ്യന്റെ വയസ്സും 15-ൽ താഴെയാണ്. ബാക്കിയൊക്കെ അതിന് മുകളിലുണ്ട്, ഒക്കെ ചെറുപ്പക്കാരാണ്. ജുവൈനൽ ഹോമിൽ കൊണ്ടുപോയിട്ട് ചികിത്സിക്കേണ്ടതാകുന്ന മക്കളാണ്. അള്ളാഹു മക്കളെ കാത്ത് സംരക്ഷിക്കട്ടെ. ചെറിയ മക്കൾ എവിടെ എത്തിപ്പോയി? കള്ളും കഞ്ചാവുമാണ് മുഖമുദ്ര. വാതിന് വന്നിരിക്കുകയാണെങ്കിലും നാക്കിനടിയിൽ സാധനം ഇരിപ്പുണ്ട്. HDMI കേബിൾ പോലെ അവന്റെ വായിക്കകത്ത് വേറെ സാധനം ഇരിപ്പുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വേണ്ട, അനങ്ങാതിരിക്കുക. അത്തഹിയാത്തിലൊക്കെ ഇരിക്കുക. ആ കളി ആടി അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇന്നത്തെ തലമുറയുടെ കാര്യം പറയാം, കള്ളം പറയല്ല. ജുമായ്ക്ക് വരുമ്പോൾ പോലും വളരെ ശ്രദ്ധിക്കേണ്ട ഘട്ടമാണ്. അശ്ലീലമായ സിനിമകൾ പരസ്പരം സെൻഡ് ചെയ്യാൻ മടിയില്ലാത്ത, അള്ളാഹുവിന്റെ പള്ളിയുടെ അകത്തളത്തിൽ വെച്ച് പോലും അതൊക്കെ സെൻഡ് ചെയ്യുന്ന മക്കളുള്ള കാലഘട്ടം. പള്ളിയുടെ അകത്തിൽ കുറിപ്പിറങ്ങി അറിഞ്ഞില്ലേ, വേഗം തന്നെ സെൻഡ് ചെയ്ത് വിടുക പള്ളിക്കകത്ത് വെച്ചിട്ട്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. ജുമായ്ക്ക് ഇമാമ താഴെ നിന്നിട്ട്, ഇമാം മിമ്പറിൽ നിന്നിട്ട് ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ പേടിക്കണേ എന്ന് പറയുമ്പോ മുകളിൽ 2ാമത്തെ നിലയിലിരുന്ന മക്കൾ ചെയ്യുന്ന കുസൃതികളുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇതൊക്കെ ജമാഅത്ത് കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കണം. കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ പിന്നെന്താ? ഫുലൂസ് അല്ല, ബക്കറ്റിൽ നിന്ന് ഇങ്ങനെ കിട്ടുക, എഴുതുക, എണ്ണ ആഹത്താക്കിയിട്ട് പോക്കറ്റിൽ കുറച്ചെടുത്ത് റോൾ ചെയ്യാൻ വെക്കാം, ബാക്കി കൊണ്ടുവന്ന് അക്കൗണ്ടിലും വെച്ച്. അതിനുവേണ്ടി മാത്രമല്ലതല്ല, കമ്മിറ്റിക്കാർ ഇതൊക്കെ ശ്രദ്ധിക്കണം. മക്കൾ എന്താ അവിടെ പരിപാടി? നേരെ ഇരുന്ന് നേരെ ഇരുന്ന് അവിടെ കയറുമ്പോഴേ തന്നെ അതൊക്കെ നിയന്ത്രിക്കണം. എല്ലാ ജമാഅത്ത് ഭാരവാഹികളും ഇതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെന്താ പരിപാടി? ഇത് ജുമായക്ക് കമ്മിറ്റിക്കാർ വന്നിട്ട് വേണ്ടേ? കമ്മിറ്റിക്കാരെ ആദ്യം കൊണ്ടുവരേണ്ടതുണ്ട്. അതാണ് വലിയ അവസ്ഥ. കമ്മിറ്റി കൂടുമ്പോൾ മാത്രം വരും, അല്ലാത്തപ്പോൾ പള്ളിയിലില്ല. അങ്ങനെ ആകാൻ പാടില്ല. പൊതുവായ കാര്യം പറയാൻ എല്ലാ സ്ഥലങ്ങളിലുള്ള അവസ്ഥയാണിത്. ആരും നിയന്ത്രിക്കാൻ പോലുമില്ലാത്ത അവസ്ഥ. മക്കളെ നിയന്ത്രിച്ചാൽ നിയന്ത്രിക്കുന്നവനെ നിയന്ത്രിക്കുന്ന മക്കളുള്ള കാലഘട്ടം. നിയന്ത്രിക്കുന്നവനെ തട്ടിക്കളയും. ആരടാ നീ എന്തിനാണ് ഇത് ചോദിക്കുന്നത് എന്ന് ചോദിച്ച് അവന്റെ മേൽ അടിക്കാൻ കയറാൻ, ഒന്ന് പറഞ്ഞ് 2നെ അടിക്കാൻ പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിക്കുന്നതാകുന്ന ആളുകൾ അല്ലേ? ഖുർആൻ പറയുന്നു, തഖിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദേഷ്യം കടിച്ചമർത്തുന്നവനാണ്. മുത്തഖിയുടെ 2ാമത്തെ അടയാളം വേഗം പറയാൻ 4 അടയാളങ്ങളുള്ളൂ. വേഗം നിർത്താൻ ദ്വായിലേക്ക് കടക്കുക. والكاظمين الغيظ والعافين عن الناس. ദേഷ്യം കടിച്ചമർത്തുന്നാൻ കഴിയുന്നതായ ഏതൊരു സഹോദരനുണ്ടോ, ഏതൊരു സഹോദരിയുണ്ടോ, അവർ മുത്തഖിയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ദേഷ്യം കടിച്ചമർത്താൻ സാധിക്കണം. ഇന്ന് നിസാര വിഷയത്തിലാണ് ദേഷ്യപ്പെടുന്നത്. ശരിയല്ലേ? വാഹനം ഓടിച്ചു വരാൻ കുറെ നേരമായിക്കാണ് ഒരു വണ്ടിയുടെ പുറകിൽ. അപ്പൊ ഇയാൾ പതുക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ. അപ്പോൾ അവിടുന്ന് ഒരുത്തൻ വിരലിൽ നടുക്കത്തെ വിരൽ ഉയർത്തിയിട്ട് ഇവിടെ പോടോ ഹേവാനെ എന്നൊക്കെ ചോദിച്ചോണ്ട് അവന്റെ നേരെ വന്നിട്ട് ചിലപ്പോൾ അവനെ അടിക്കാനോ അത് മതി. അവനപ്പുറത്തൂടെ പോകാൻ സൗകര്യം ഉണ്ടാവും. എങ്കിൽ പോലും ആളുകൾ വെറുതെ ദേഷ്യം പിടിക്കാൻ, വെറുതെ അടിയുണ്ടാക്കാൻ വേണ്ടി തന്നെ പ്രശ്നമുണ്ടാക്കാൻ ഒരു കാര്യമില്ല. മാപ്പ് ചെയ്തു കൊടുക്കാന്ന് വിഷയമുള്ളൂ. പക്ഷെ ദേഷ്യമാണ്. എന്താണ് മനുഷ്യൻ ഇങ്ങനത്തെ അവസ്ഥ? ആരോടെന്നില്ല, സ്വന്തം വാപ്പയോടായാലും ദേഷ്യം പിടിക്കുക. ഒന്ന് പറഞ്ഞ് 2നെ അടിക്കുക, വാപ്പയെ അടിക്കുക, ഉമ്മയെ അടിക്കുക, ഉമ്മയെ ശകാരിക്കുക, ഉമ്മയുടെ വാക്കിന് വില കൊടുക്കാതിരിക്കുക.
ഉമ്മയെ താറടിക്കുന്ന സംസാരം സംസാരിക്കുക. ഇതൊക്കെ എവിടുന്ന് കിട്ടി മക്കൾക്ക്? വൽകാലിമീനൽ ഗൈൽ. മുത്തഖിയെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം കടിച്ചമർത്തുന്നവനാണ്, അവനാണ് മുത്തഖി. അവനെ വലിയാകാൻ പറ്റുള്ളൂ, അവനെ വിലായത്തിന്റെ മർത്തബയുള്ള അഹ്ലുകാരുടെ സമീപ്യം കരഗതമാക്കാൻ സാധിക്കുകയുള്ളൂ. അവരടിപ്പിക്കൂല നമ്മളെ. അടുപ്പിക്കണമെങ്കിൽ നമ്മളിൽ ഈ പറഞ്ഞ വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്നാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ ചെല്ലുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വലിയ വിദ്വേഷമാണ്, മനസ്സിന് സന്തോഷമില്ല. കാരണം ഹൃദയത്തിൽ വളരെ കടുകട്ടിയാണ്. തീർന്നില്ല, ഖുർആൻ പറയുന്നു വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ് അവൻ മുത്തഖിയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ദേഷ്യം വരുമ്പോൾ കടിച്ചമർത്തുക മാത്രമല്ല, തെറ്റുകുറ്റങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നവൻ. അത് ഇന്ന് സമൂഹത്തിൽ വളരെ കുറവാണ്. അയൽവാസിയോട് അയാൾ വന്ന് മാപ്പ് ചോദിച്ചാൽ പോലും ഞാൻ മാപ്പ് വരത്തില്ല, ആളെ കാണാടാ, ആഖിറത്തിൽ കാണാം, നീ എന്നെ കവല വെച്ച് അങ്ങനെ വിളിച്ചില്ലേ, ആണ് നമുക്ക് മാപ്പ് ചെയ്ത് കൊടുക്കാൻ മടി. പൊരുത്തം ചോദിച്ചാൽ കൂടി പോലും മാപ്പ് കൊടുക്കാത്ത ആളുകൾ. പള്ളിയിൽ വെച്ച് കണ്ടു കൂട്ടി ഇടിച്ചു, സലാം പറയില്ല, അങ്ങനത്തെ അവസ്ഥ വരുന്നില്ല ഇന്ന് സമൂഹത്തിലുണ്ട്. ആരാണ് ഇയാള്? ഭയങ്കര ആളാണ്, സമൂഹത്തിൽ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ ജീവിതത്തിൽ സീറോയാണ്, കുടുംബത്തിൽ സീറോയാണ്. സ്വന്തം ഭാര്യയുമായിട്ട് വഴക്കടിച്ചുകൊണ്ട് നടക്കുന്നവൻ, ഭാര്യയുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നവൻ, ഭർത്താവുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നവൻ, അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടും ജനങ്ങൾക്കെന്നല്ല സ്വന്തം വീട്ടിൽ പോലും മാപ്പ് ചെയ്യാതെ നിലകൊള്ളുന്നെങ്കിൽ പിന്നെ എന്ത് മുത്തഖിയാൻ? അവന്റെ നിസ്കാരം കൊണ്ട് എന്ത് ഫലം? മുത്തഖിയാണോ? വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ചരിത്രം പറയാം, കേട്ടോ നിങ്ങൾ. അന്ന ജാരിയതൻ തസുബ്ബുൽ മാഅ ലി അലി ഇബ്നുൽ ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അലി റഹ്മത്തുള്ളാഹി അലൈഹി അടിമ സ്ത്രീയാകുന്ന ഒരു പെണ്ണ് വന്നുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. ഫസഖത്തൽ ഇബ്രീഖു, കയ്യിലുള്ളതാകുന്ന പാത്രം ഒന്ന് താഴേക്ക് പോയി. ഫശജ്ജ വജ്ഹഹു, ബഹുമാനപ്പെട്ടതാകുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുഖമൊന്ന് മുറിഞ്ഞു പോയി. ഫറഫഅ റഅസഹു ഇലൈഹാ, ബഹുമാനപ്പെട്ടവർ അവളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കുകയാണ് ദേഷ്യത്തോടുകൂടി. കാരണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അടിമസ്ത്രീയാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് പാത്രം താഴെ വീണോ എന്തോ, അതിന്റെ ഒരു ചീള് വന്ന് ഇദ്ദേഹത്തിന്റെ മുഖത്ത് വന്ന് തെറിച്ചു. മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി, മുഖം ഒന്ന് മുറിഞ്ഞു പോയി, വെള്ളം കുറച്ച് മേത്തും വീണുപോയി. നമ്മളാണെങ്കിൽ ആ ഏജ് അവളെന്ത് ചെയ്യും? താറുമാറാക്കിയിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ടവർ ചെറിയൊരു ദേഷ്യത്തോടുകൂടി അവളെ ഒന്ന് നോക്കി. ഫറഫഅ ഇലൈഹാ, ബഹുമാനപ്പെട്ടവർ അവളിലേക്കൊന്ന് നോക്കി. അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ സഹാബിയായ അലി റളിയല്ലാഹു അൻഹു അല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി തങ്ങൾ നോക്കി. മാഷാ അല്ലാഹ്, ഉടനെ ആ പെണ്ണ് ബുദ്ധിപൂർവം അവൾ പറഞ്ഞു, ഇന്നല്ലാഹ യഖൂൽ, അല്ലാഹു പറയുന്നുണ്ട്, വൽ കാളിമീനൽ ഗൈള, മുത്തഖീങ്ങളുടെ ലക്ഷണം പറഞ്ഞെടുത്ത് അല്ലാഹു പറയുന്നുണ്ട്, ദേഷ്യം കടിച്ചമർത്തുന്നവരാണ് മുത്തഖീങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, കദ് കലംതു ഗൈളി, ഞാൻ എൻ്റെ ദേഷ്യം കടിച്ചമർത്തിയിരിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റൂല. ഖുർആൻ ഓതി പറയാൻ പെണ്ണ് ബുദ്ധിപൂർവ്വം വീണ്ടും പറഞ്ഞു, വൽ ആഫീന അനിന്നാസ്, വല്ലാഹു യഖൂൽ വൽ ആഫീന അനിന്നാസ്. അല്ലാഹു വീണ്ടും പറയുന്നുണ്ട്, മുത്തഖീങ്ങളുടെ ക്വാളിറ്റി ആയിട്ട് ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ് മുത്തഖി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാനെന്നാൽ ഖദ് അഫൗതു അൻകി, നിനക്കിതാ മാപ്പ് ചെയ്തു തന്നിരിക്കുന്നു. ഈ പെണ്ണ് വീണ്ടും പറയുന്നു, അല്ലാഹു പറഞ്ഞു നിർത്തുന്നത്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുണം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഇഹ്സാൻ ചെയ്യുന്നവരെ, നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞില്ലേ എന്ന് മഹദി അവറുകൾ പറഞ്ഞപ്പോൾ ആ അടിമ സ്ത്രീയെ നോക്കിക്കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു മകനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞുവത്രേ, ഇദ്ഹബീ ഫഅൻതി ഹുറത്തുൻ അൽആൻ, നീ പൊയ്ക്കൊള്ളുക,
നീ ഇന്നു മുതൽ അടിമ സ്ത്രീയല്ല, നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു. അള്ളാഹു ഗുണം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നതല്ലേ, എങ്കിൽ ആ ഗുണവാന്മാരിൽ ഞാൻ പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു. നീ സ്വതന്ത്രയാണ്. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കണം, ഇതൊക്കെയാണ് മുൻഗാമികളുടെ ചെയ്തി. നമ്മളാണെങ്കിലോ മുഖം ഒന്ന് കീറണ്ട, അവരുടെ വെള്ളം ഒന്ന് ഒരൽപ്പം മുഖത്തേക്ക് ശരീരത്തേക്ക് വീണാൽ മതി, ജോലി പോകും. അവളെ അടിക്കും. പ്രത്യേകിച്ച് അടിമസ്ത്രീ ആണെങ്കിൽ എന്തും ചെയ്യാം, തല്ലുകയോ അടിക്കുകയോ കൊല്ലുകയോ എന്തും ചെയ്യാം, ആരും ചോദിക്കൂല. ഇതൊന്നും ചെയ്യുന്നില്ല. ഖുർആനിക വചനം ഓതിയപ്പോ ആ ആയത്തുകൾ ഓതിക്കൊണ്ട് ഹൃദയം പരിവർത്തനപ്പെട്ടുകൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് ചെയ്യാൻ. ദേഷ്യം കടിച്ചമർത്തുന്നു, ഖുർആൻ പറഞ്ഞ ക്വാളിറ്റിയാണത്. പാപം പുറത്തു കൊടുക്കുന്നത് ഖുർആൻ പറഞ്ഞ ക്വാളിറ്റിയാണ് മുത്തഖീയുടേത്. ഞാനതാ ചെയ്തിരിക്കുന്നു. അള്ളാഹു ഗുണം ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. അള്ളാഹു ഇഷ്ടപ്പെടുന്നു അവരെ എന്ന് ഖുർആൻ പറഞ്ഞു. എങ്കിൽ നിന്നെ ഞാനിതാ പരിപൂർണമായി സ്വതന്ത്രയാക്കിയിരിക്കുന്നു. ഫഅൻതി ഹുറത്തുൻ, നീ ഇന്നു മുതൽ സ്വതന്ത്രയാണ്. ഇദ്ഹബി, നീ പൊയ്ക്കോ. നമ്മൾ മനസ്സിലാക്കണം, സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഇനി ഒരു ക്വാളിറ്റി കൂടി ഉണ്ട്, നാലാമത്തത്. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. എന്താണത് നാലാമത്തെ ക്വാളിറ്റി? മാഷാ അല്ലാഹ്. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, മുത്തഖീങ്ങൾക്കുള്ളതാകുന്ന ഗുണഗണങ്ങളെ അല്ലാഹു വിവരിക്കുകയാണ്. അവരാരെന്നറിയുമോ? അവർ നന്മയുള്ളതാകുന്ന ഘട്ടങ്ങളിൽ, സമ്പത്തുള്ള ഘട്ടത്തിലും ഇല്ലാത്ത ഘട്ടത്തിലും പാവങ്ങൾക്ക് കണ്ണീരൊപ്പാൻ തുനിയുന്നവരാണ്. ദേഷ്യം വരുമ്പോൾ കടിച്ചമർത്തുന്നവരാണ്. എല്ലാവർക്കും തെറ്റുകുറ്റങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കുന്നവരാണ്. തീർന്നില്ല. മുത്തഖിയായ മനുഷ്യന്റെ ക്വാളിറ്റി എന്തെന്നറിയുമോ? അവസാനമായി ഖുർആൻ പറയുന്നു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്. ജീവിതത്തിൽ തെറ്റുകൾ അറിയാതെ ചെയ്തു പോയാൽ, അറിയാതെ മോശമായ പ്രവർത്തനം ഒന്ന് ചെയ്തു പോയാൽ പെട്ടെന്ന് തന്നെ അള്ളാഹുവിനെ സ്മരിച്ചുകൊന്നവരാണ്. അറിയാതെ കൂട്ടുകാരുമായിട്ട് ഒന്ന് ലഹരി ഒന്ന് നുടഞ്ഞു പോയാൽ, ഒരു സിനിമ ടാക്കീസിലേക്ക് പോയാനെന്ന് തുനിഞ്ഞാൽ അവരുടെ ഹൃദയം വേഗം തന്നെ ഓർമ്മ വരുകയാണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. എന്നിട്ട് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് കേഴുന്നവരാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാണ് പാപമോചനം നൽകാൻ സാധിക്കുക? അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, അല്ലാഹ് നീ പുറത്തു തരണേ നാഥാ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു സഹാബി ഉണ്ടായിരുന്നു. കൃത്യമായി 5 വഖത്തും പള്ളിയിൽ നമസ്കരിച്ചിരുന്ന വ്യക്തിയാണ്. അവ്വൽ ജമാഅത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഒരു വഖത്ത് പോലും പിറകോട്ട് പോകാത്ത വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വലിയ ഇഷ്ടമുള്ളതായ സ്വഹാബിയാണ്. ഒറ്റ വഖത്തും ജമാഅത്ത് ഒഴിച്ചിട്ടില്ല. 5 വഖത്തും കൃത്യമായി പള്ളിയിൽ പങ്കെടുത്തിരുന്ന സ്വഹാബി. പള്ളിയിലെ മാടപ്രാവാൻ.
പള്ളിയിൽ കൂടുകൂട്ട് നിൽക്കുന്ന മാടപ്രാവുകളെ കണ്ടിട്ടില്ലേ? അതേപോലെ എപ്പോഴും പള്ളിയിൽ തന്നെയുണ്ട്, എഴുത്തിക്കാഫുമായിട്ട് നിലകൊള്ളുന്ന അവ്വൽ വഖത്തിൽ നിസ്കരിക്കുന്ന ഒരു സഹാബി. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടം, മുത്തുനബി വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കഴിഞ്ഞു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടം. ഒരു ദിവസം, എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞ് ഇദ്ദേഹം പോകുമ്പോൾ വഴിയിൽ ഒരു പെണ്ണ്, സുന്ദരിയായ ഒരു പെണ്ണ്, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല മണവസ്തുവൊക്കെ പൂശി അവള് അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി നിൽക്കും. വർത്തമാനമൊക്കെ പറഞ്ഞ് അപ്പൊ പോകാൻ പോയവർ വരെ കസേരയിരിക്കുക. നല്ല കഥ, കൊള്ളാമല്ല, റാഹത്ത്, ഇതുകൂടെ കേട്ടിട്ട് പോവാ, ആയിക്കോട്ടെ. അങ്ങനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഇവള് നിൽക്കും. എല്ലാ ദിവസവും ഇത് തന്നെ, എല്ലാ ദിവസവും ഉണ്ട്, ഒരു ദിവസമല്ല. കാരണം ഇവൾക്ക് എങ്ങനെയെങ്കിലും, പിശാചെങ്ങനെയാണല്ലോ, നന്നാവാൻ നിൽക്കുന്ന മനുഷ്യനെയാണ് പിന്തിരിപ്പിക്കുക. അപ്പൊ നിങ്ങളൊരു 40 ദിവസം തുടർച്ചയായിട്ട് പള്ളിയിൽ വരാൻ വേണ്ടി നിയത്ത് ചെയ്ത് നോക്കിയേ. 10 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ തെറ്റാ നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് തുടങ്ങും. ആദ്യത്തെ 10 ദിവസം ഓക്കെ ആയിരിക്കും, പിന്നീട് പിശാച് ഇങ്ങനെ പിടിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയിൽ കൃത്യമായി മദീനത്തെ പള്ളിയിൽ നമസ്കരിച്ചു തരുന്ന ഈ സ്വഹാബി വര്യൻ, അദ്ദേഹം ഒരിക്കൽ പെണ്ണിന്റെ വലയിൽ പെടുകയാണ്. കാന തഖിയ്യൻ നഖിയ്യൻ, നല്ല മനുഷ്യൻ, പരിശുദ്ധനായ മനുഷ്യൻ, തഖ്വയുള്ള മനുഷ്യനാണ്. സ്ഥിരമായി ഈ പെണ്ണ് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ കാണിച്ച് ചില ചേഷ്ടകളൊക്കെ കാണിച്ചുകൊണ്ട് എല്ലാ ദിവസവും നിലകൊള്ളും. ഒരു ദിവസം ഈ പെണ്ണ് പറഞ്ഞു, വരും വീട്ടിലോട്ട് വാ. എല്ലാ ദിവസവും ക്ഷണിക്കുന്നതാണ്. ഒരു ദിവസം ഇദ്ദേഹം വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു പോവാൻ. കൂടെ പോയി, അടുത്ത് തന്നെയാണ് വരാ. നേരെ വീട്ടിനുള്ളിൽ കടന്നു. അവൾ വാതിലടക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ ഒരായത്തങ്ങ് ഓർക്കുകയാണ്. മാഷാ അല്ലാഹ്. അതാണ് ഇവിടെ പറഞ്ഞത്, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. അല്ലാഹ് ഓർക്കും. തിയേറ്ററിൽ പോകാൻ കൂട്ടുകാരൻ പറയുന്നു, എടാ ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തോളാം, വാടാ നമുക്ക് പോയി കാണാടാ എന്നൊക്കെ പറഞ്ഞ് നിന്നെ കൊണ്ടുപോകാൻ. അവിടെ എത്തുമ്പോൾ അതിന്റെ വാതിക്കലെത്തിയപ്പോ പെട്ടെന്ന് ഓർത്തു, പോകുന്ന വഴിയിൽ ഓർത്തു. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് ഓർക്കുന്നതല്ല, എല്ലാം കഴിഞ്ഞിട്ട് അവനെ ഓർക്കുള്ളൂ. എല്ലാം കഴിയുമ്പോൾ അടച്ചവൻ അങ്ങനെയല്ല. അതിനു മുമ്പ് തന്നെ റബ്ബിനെ ഓർത്തിട്ട് പെട്ടെന്ന് മാറി ചിന്തിക്കുന്നവൻ അവൻ മുത്തഖിയാണ്. പാപമോചനത്തിനർത്ഥിക്കുന്നവൻ അവൻ മുത്തഖിയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന ഈ സ്വഹാബി വര്യൻ വീട്ടിനുള്ളിലേക്ക് കടന്നപ്പോൾ ഒരായത്തങ്ങ് ഓർക്കാൻ. ആയത്തിതാണ്, ഇന്നല്ലദീന തഖൂ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാനി തദക്കറൂ فإذا هم مبصرون فإذا هم مبصرون فإذا هم مبصرون. തീർച്ചയായും തഖ്വയുള്ളതാകുന്ന മനുഷ്യൻ അവന് പിശാചിന്റെ സ്പർശനമുണ്ടായി കഴിഞ്ഞാൽ, ഇന്നല്ലദീന തഖൂ, തീർച്ചയായും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ആളുകൾ, ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാൻ, പിശാചിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ അവരെ സ്പർശനമുണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ദക്കറുല്ലാഹ്, അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഫൈദാഹും മുബ്സിറൂൻ, അവർ ഉൾക്കാഴ്ചയുള്ളവരായി മാറുകയും തൗബ ചെയ്ത് പിന്തിരിയുകയും ചെയ്യുന്നവരാണ്.